നമസ്കാരം, വെൽക്കം ബാക്ക് ടു 𝒍𝒊𝒂𝒏 യൂട്യൂബ് ചാനൽ. ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പുതിയ യൂട്യൂബ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്തു, ഒരുപാട് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തു. അതേ രൂപത്തിൽ തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും യൂട്യൂബിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുള്ള അറിവുകൾ യൂട്യൂബിൽ നിന്നും തന്നെ അറിയുകയും അതിനുശേഷം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയും കൂടുതൽ വ്യൂ ലഭിക്കാൻ വേണ്ടിയും സബ്സ്ക്രൈബേഴ്സ് ലഭിക്കാൻ വേണ്ടിയൊക്കെ പല ടിപ്സുകളും ട്രിക്സുകളൊക്കെ ഉപയോഗിച്ച് വീഡിയോ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉള്ള ഒരു സംശയത്തിൻ്റെ മറുപടിയും അതിൻ്റെ വിശദീകരണവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. ഇപ്പം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം നമുക്ക് പണം ലഭിക്കുകയില്ല. യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ച് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക. അതേ രൂപത്തിൽ തന്നെ യൂട്യൂബ് പറഞ്ഞതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ്, അതേപോലെ തന്നെ 4000 മണിക്കൂർ വാച്ച് ടൈമിംഗ്, പബ്ലിക് വാച്ച് ടൈം, ഇത് രണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്യ വരുമാനത്തിന് പണം ലഭിക്കാനുള്ള വഴികൾ തുറക്കുകയുള്ളൂ. അപ്പം ഏറ്റവും വലിയ ഒരു കടമ്പയാണ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക. അതേ രൂപത്തിൽ തന്നെ അതിനേക്കാൾ വലിയ ഒന്നാണ് 4000 മണിക്കൂർ വാച്ച് ടൈമിംഗ്. 4000 മണിക്കൂർ വാച്ച് ടൈം, അതും നമ്മൾ കേൾക്കുന്നത് ലാസ്റ്റ് 1 ഇയർ. ലാസ്റ്റ് 1 ഇയറിൽ 4000 മണിക്കൂർ വാച്ച് ടൈം നമ്മുടെ ചാനലിൽ ആവശ്യമാണ് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, കൂടുതൽ ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എൻ്റെ ചില വീഡിയോകൾക്ക് താഴെ ഈ ഒരു 4000 മണിക്കൂറിനെ കുറിച്ചുള്ള ചില സംശയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഒരു ടോപ്പിക്കാക്കി എടുത്തുകൊണ്ട് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 4000 മണിക്കൂർ ലാസ്റ്റ് 1 ഇയറിൽ ഈ 1000 സബ്സ്ക്രൈബേഴ്സിനോട് ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടാകണം. സബ്സ്ക്രൈബേഴ്സ് ഏതായാലും ഉണ്ടായാൽ പിന്നെ അത് തിരിച്ചു പോകില്ല എന്ന് കരുതാം. പക്ഷേ വാച്ച് ടൈമിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈമിംഗ് ലാസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ജൂൺ 6-നാണ്. അതായത് 2020 ജൂൺ 6-നാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആഡ്സൻസിൽ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നു എനിക്ക് പരസ്യ വരുമാനം ലഭിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2019 ജൂൺ 6. അങ്ങനെയാണ് ഈ ഒരു ലാസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാലയളവിനുള്ളിൽ നമുക്ക് 4000 പബ്ലിക് വാച്ച് ടൈം, അതായത് ജെന്യൂനായിട്ടുള്ള, നമുക്ക് ആഡ് വേൾഡ് പോലെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ വാച്ച് ടൈമിങ്ങും വ്യൂവേഴ്സിനൊക്കെ കൂട്ടാനുള്ള പണം കൊടുത്തിട്ടുള്ള ഒരുപാട് പ്രൊമോഷനുകളുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ ജെന്യൂനായിട്ടുള്ള 4000 മണിക്കൂർ പബ്ലിക് വാച്ച് ടൈമിംഗ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 11 മാസമായി. ഈ ഒരു 11 മാസം കൊണ്ട് നിങ്ങളുടെ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. അതേ രൂപത്തിൽ തന്നെ വാച്ച് ടൈം 2000 മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് ഒരു മാസമാണ്. 11 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസമാണ് നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു മാസം കൊണ്ട് നമ്മൾ 2000 മണിക്കൂർ ബാക്കി വാച്ച് ടൈം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു വർഷം നമ്മൾ കാത്തു നിൽക്കണം എന്നാണ് ചില ആൾക്കാർ കരുതുന്നത്. അങ്ങനെയില്ല. ഈ ഒരു ലാസ്റ്റ് 1 ഇയറിൽ നമ്മൾ ഇന്ന് ഞാൻ ആഡ്സൻസിന് പരസ്യ വരുമാനത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ 1 ഇയർ വരുന്നത്, ഇന്നിപ്പോൾ ജൂൺ 2020 ജൂൺ 6 ആണെങ്കിൽ 2019 ജൂൺ 6 മുതൽ അങ്ങനെയുള്ള ഒരു കാലയളവ്, അതാണ് നമ്മുടെ ഒരു ലാസ്റ്റ് 1 ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ആ രൂപത്തിൽ തന്നെ നമ്മൾ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക.
വീഡിയോകൾ എങ്ങനെ ഗ്രോ ചെയ്യിക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുക, കീവേഡുകൾ ഉപയോഗിക്കുക, ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുക. അതേ രൂപത്തിൽ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മീറ്റാ ടാഗ് ഉപയോഗിക്കുക. അങ്ങനെ നല്ല നല്ല സെർച്ചിങ്ങിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു 4000 മണിക്കൂർ വാച്ച് ടൈമും അതേ രൂപത്തിൽ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ലഭിക്കുന്നതാണ്. പിന്നീട് മറ്റൊരു കാര്യം പറയാം. അതായത് കുറേ മുമ്പ് തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒരു എക്സാമ്പിൾ ഉദാഹരണമാണ്, ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ്. അതിനൊരു മറുപടിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ അന്ന് കോപ്പിറൈറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് പ്രോബ്ലംസിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ 4000 മണിക്കൂർ വാച്ച് ടൈമിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോകളൊന്നും എനിക്ക് വാച്ച് ടൈമിങ്ങും കിട്ടിയ വീഡിയോകളൊന്നും എനിക്ക് മുമ്പോട്ട് എൻ്റെ ചാനലിൽ വെക്കാൻ പറ്റുകയില്ല. കോപ്പിറൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രോബ്ലംസ് ഉള്ള വീഡിയോകളാണ്. അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ആക്കണം, അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം. അങ്ങനെയുള്ള വീഡിയോകളാണ് ഇപ്പോൾ എനിക്ക് ഈ കിട്ടിയ വാച്ച് ടൈമിൻ്റെ ഉപയോഗിക്കപ്പെട്ട വീഡിയോകൾ. അപ്പോൾ എനിക്ക് ഞാൻ പുതിയ ഒറിജിനൽ വീഡിയോകൾ ചെയ്ത് ഇനി മുതൽ പഴയ വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്ത്, പക്ഷെ ആ പഴയ വീഡിയോകൾ കൊണ്ടാണ് എനിക്ക് ഈ ഒരു വാച്ച് ടൈമിങ്ങും കാര്യങ്ങളെല്ലാം ലഭിച്ചത്. അപ്പോൾ ഞാൻ ആ പഴയ വീഡിയോകൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ്, കോപ്പിറൈറ്റ് അല്ലെങ്കിൽ മറ്റു പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് ഇനി മുതൽ ഒറിജിനൽ കണ്ടന്റ് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാച്ച് ടൈമിംഗ്, പഴയ വീഡിയോക്ക് ലഭിച്ച വാച്ച് ടൈം ഈ ഒരു പുതിയ വീഡിയോയിലേക്കുള്ള വാച്ച് ടൈമിലേക്ക് കൗണ്ടിങ്ങിൽ ഉൾപ്പെടുമോ എന്നുള്ളതാണ്. ഒരിക്കലും ആ ഒരു വാച്ച് ടൈം നമ്മുടെ പരസ്യവരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആഡ്സൻസിന് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു കടമ്പ കടക്കാൻ വേണ്ടി ഒരിക്കലും ഈ പഴയ വീഡിയോകളുടെ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോകളുടെ വാച്ച് ടൈം കൂടുകയില്ല. നമ്മൾ ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള ലാസ്റ്റ് 1 ഇയറിലെ 4000 മണിക്കൂർ വാച്ച് ടൈമിംഗ് ആണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ, നമുക്ക് പരസ്യവരുമാനം ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനലിന് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു 3 ഉദാഹരണങ്ങളിലൂടെ എന്താണ് 4000 മണിക്കൂർ വാച്ച് ടൈമിംഗ്, അതിൻ്റെ കാലാവധി എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നീട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കാറ്റഗറിയുള്ള വീഡിയോകളും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കും അതല്ലാത്ത വീഡിയോകൾക്കും നമ്മുടെ 𝒍𝒉𝒂𝒏 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. അതേ രൂപത്തിൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയ ഒരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.